നമസ്കാരം. കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ചിലത് ഒരാവർത്തി പറയേണ്ടി വരുന്നതാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി. പല കാലങ്ങളായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമീപനമാണ്, ഒരു രീതിയാണ് മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. പൊതുവായി എല്ലാം ഉണ്ട്. എഴുത്ത്, വായന, സിനിമ, കാഴ്ച എല്ലാം. എത്രത്തോളം ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എത്രത്തോളം പ്രേക്ഷകർക്ക്, അനുവാചകർക്ക് ചിന്തിക്കുവാൻ അവസരം നൽകണം തുടങ്ങിയത് ഒരുപാട് കാലങ്ങളായി നടക്കുന്ന ചർച്ചയുടെ ഒരു ഭാഗമാണ്. ഇവിടെ സെയിലിംഗ് കമ്പനിയുടെ പൊതുവായ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും മാറുന്നില്ല. ഒരു കത്താണ് രാജശേഖർ എപ്പോഴും സെയിലിംഗ് കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന രാജശേഖറാണ് ഇത്തവണ സെയിലിംഗ് കമ്പനിയെ പിടികൂടിയിട്ടുണ്ട്. ഐ ആം സോറി ടു സേ ദാറ്റ് ആസ് എ റെഗുലർ വാച്ചർ ഓഫ് യുവർ ഇൻഫർമേറ്റീവ് വീഡിയോസ് അബൌട്ട് യുവർ നാരോ parochial mindedness, ignoring the catastrophe to the spirit of the nation by the jihadis. പിന്നെ അദ്ദേഹം കുറെ തുടരുന്നുണ്ട്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അവസാനം ഐ നെവർ എക്സ്പെക്ടഡ് എനി റിയാക്ഷൻ ഫ്രം യു. നമ്മുടെ കാശ്മീരിൽ നടന്ന കൂട്ടക്കൊലയിൽ ഒരു പ്രതികരണവും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഒരു കത്തെഴുതിയപ്പോൾ ഇന്നലെ സെയിലിംഗ് കമന്ററിയുടെ ഇന്നലത്തെ ക്യാപ്ഷൻ എന്തായിരുന്നു? എണ്ണ വ്യാളി കണ്ണികൾ പൊട്ടിച്ചെറിയുക. എണ്ണ വ്യാളിയാണ് ഉപയോഗിച്ച വാക്ക്, വ്യാളി. എണ്ണ വ്യാളി കണ്ണികൾ പൊട്ടിച്ചെറിയുക. പഹൽഗാർ എന്ന് പറയുന്ന, കാശ്മീർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് പറയുന്ന വിഷയത്തെ നേരിട്ട് പറയാതെ എന്നാൽ ആ വിഷയത്തോടുള്ള ശക്തമായ പ്രതികരണം ആ ക്യാപ്ഷനിൽ ഒതുക്കിക്കൊണ്ട് അതിന്റെ മറുമരുന്ന്, അതിന്റെ ബദൽ എന്താണ് എന്നുള്ളതായിരുന്നു ഇന്നലെ പരാമർശിക്കപ്പെട്ട മെത്തനോൾ എന്ന് പറയുന്ന ആഗോള ഇന്ധനം. ഇത് സെയിലിംഗ് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഇന്ത്യ പുലർത്തി പോരുന്ന ഒരു സമീപനത്തെ സെയിലിംഗ് കമ്പനി അല്ല, NTV, തുടക്കത്തിൽ NTV ചോദ്യം ചെയ്തിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് UPA ഗവൺമെന്റ് ആയിരുന്നു. UPAക്ക് മുൻപുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. അങ്ങനെ പിന്നീട് UPA ഗവൺമെന്റ്. ആ കാലങ്ങൾ മുതൽ NTVയുടെ പരിപാടികളോ അല്ലെങ്കിൽ ലിഖിത രൂപത്തിൽ വന്ന മാവേലിനാട് മാസികയോ ഒക്കെ പരിശോധിച്ചാൽ ഈ നിലപാട് വ്യക്തമാകും. നമ്മളിപ്പോ 26 അല്ലെങ്കിൽ 28, കൃത്യമായ എണ്ണമല്ല, രാജശേഖർ 28 എന്നാണ് പറയുന്നത്, 28 പേരുടെ മരണത്തിനിടയാക്കിയ അവസാനത്തെ ഈ കൂട്ടക്കൊല ഇത് നിൽക്കാൻ പോകുന്നില്ല. ഈ കൂട്ടക്കൊലയിൽ ഒരുപക്ഷെ ഞാനും ഇരയാകാം, നിങ്ങളും ഇരയാകാം. അത്രയധികം ഭീകരവാദം നമ്മുടെ ലോകത്ത് തഴച്ചു വളരുകയാണ്. ഈ ഭീകരവാദം തഴച്ചു വളരുന്നതിന്റെ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. അത് മുറിക്കാതെ, അതിന്റെ ബന്ധം വിടർത്താതെ ഈ തീവ്രവാദം അവസാനിക്കാൻ പോകുന്നില്ല. അത് ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കറങ്ങിത്തിരിഞ്ഞ്, കാരണം അത് അവരുടെ ഒരു വ്യാപാരമാണ്, അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമാണ്. ഇപ്പൊ ഹൂതികളുടെ ആക്രമണം, നമ്മുടെ കപ്പലുകൾ, ഇവിടുന്ന് പോകുന്ന കപ്പലുകളെയൊക്കെ ബോംബെറിഞ്ഞും മിസൈൽ വെച്ചും തകർക്കുമ്പോൾ അത് ചെയ്യുന്നവർക്ക് കൃത്യമായ ചില അജണ്ടകളും കൃത്യമായ വരുമാനങ്ങളുമുണ്ട്. അവസാനം അമേരിക്കയുടെ ബോംബിട്ട് അത് നശിപ്പിക്കുമ്പോൾ
അവര് എണ്ണ കച്ചവടം നടത്തുകയായിരുന്നു. അവിടെ അനധികൃതമായി എണ്ണ കൊണ്ടുവരിക, അവിടെ വെച്ച് കച്ചവടം നടത്തി പണമുണ്ടാക്കുക, ആ പണം അവരുടെ യുദ്ധത്തിനും മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക. അൺഅക്കൗണ്ടഡ് മണിയാണ്. ഒരു പാരലൽ ഇക്കോണമി നടപ്പിലാക്കുന്നതാണ് ഈ തീവ്രവാദം. ഒരു വിജിലൻസും ഇല്ല, ഒരു CBIയും ഇല്ല, ഒരു FBI ഇല്ല, ആരുടെയും അന്വേഷണമില്ലാതെ പണം എങ്ങോട്ട് വേണമെങ്കിലും, പണം മാത്രമല്ല ആസ്തി എത്ര വേണമെങ്കിലും മറിക്കാനും തിരിക്കാനും കഴിയുന്ന ഒരു വിഷയമാണ് ഈ തീവ്രവാദം. അപ്പൊ ആ തീവ്രവാദത്തെ തകർക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് തീവ്രവാദത്തിന് വളമൊരുക്കി കൊടുക്കുന്നത്, വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാത്തിടത്തോളം കാലം പഹൽഗാർ ഇനിയും ആവർത്തിക്കപ്പെടും. അത് കേരളത്തിൽ വരും. ഇപ്പൊ കപ്പലുകൾ, അന്തർദേശീയ കപ്പലുകളെല്ലാം വരുന്നു, പോർട്ട് വളരെ സജീവമാകുമ്പോൾ ആ തീവ്രവാദം ഇവിടെയും വരും. ഇവിടെ തിയേറ്റർ കമാൻഡ് വന്നാലും ISROയും നാവികസേനയും എയർഫോഴ്സും എല്ലാവരും സജീവമായിരുന്നാലും ഒരാൾക്ക് ഒരു ബോംബ് എറിയണമെന്ന് തോന്നിയാൽ വളരെ എളുപ്പമാണ് ബോംബ് എറിയാൻ. ബോംബ് എറിയുന്നത് കണ്ടുപിടിക്കലാണ് ബുദ്ധിമുട്ട്. അപ്പോ ആ തീവ്രവാദത്തെ തകർക്കണമെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി അവിടെയാണ് ചികിത്സിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ ആ സപ്ലൈ ആണ് മുറിക്കേണ്ടത്. അവർക്ക് ഒരു അഭംഗുരം ഒരു സപ്ലൈ കിട്ടുന്നുണ്ട്. ആ സപ്ലൈ മുറിക്കാതെ തീവ്രവാദം അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സെയിലിംഗ് കമന്ററിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നവർ എണ്ണ വ്യാളി കണ്ണികൾ പൊട്ടിച്ചെറിയുക എന്നുള്ളത് ഒരു 2-3 തവണ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഒരു കാര്യം വിശദമാക്കാൻ 5 മിനിറ്റോളം സംസാരിച്ചു. 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിച്ചാലേ ചിലപ്പോൾ ഈ കാര്യം പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അത് ഇന്നലെ ഒരൊറ്റ ക്യാപ്ഷനിൽ ഒതുക്കി. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു അടിസ്ഥാന വ്യത്യാസം. പ്രേക്ഷകരുടെ ചിന്തയ്ക്ക്, അവരുടെ ബ്രെയിനിന്, അവരുടെ മനോവ്യാപാരത്തിന് അവസരം നൽകാതെ പറയേണ്ട കാര്യങ്ങളെല്ലാം ചർവണം പോലെ അങ്ങ് അടിച്ചേൽപ്പിക്കുക. അവർക്കിത് മുഴുവൻ ഇങ്ങനെ ഗ്രഹിച്ചാൽ മതി, വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു രീതിശാസ്ത്രമുണ്ട് കമ്മ്യൂണിക്കേഷന്. രണ്ടാമത്, വായനക്കാർ, പ്രേക്ഷകർ അവർ ചിന്തിക്കണം. അവർക്ക് ചിന്തിക്കാനുള്ള ചില സൂചന മാത്രം നൽകുക, ബാക്കി അവരുടെ ചിന്തയ്ക്കും യുക്തിക്കും വിട്ടു നൽകുക. ഈ രണ്ടാമത്തേതായിരുന്നു സെയിലിംഗ് കമന്ററി ഇന്നലെ സ്വീകരിച്ചത്. അതാണ് എണ്ണ വ്യാളി കണ്ണികൾ പൊട്ടിച്ചെറിയുക എന്ന് പറയുന്നത്. ഒരു വലിയ വ്യാളി പോലെ നമ്മളെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ തീവ്രവാദത്തെ തകർക്കണമെങ്കിൽ അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണ കച്ചവടമാണ്. കഴിഞ്ഞ വർഷം ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 23-24 India's crude oil import bill totaled $132.4 billion. പെട്ടെന്ന് ഞാൻ വരാം, നമുക്ക് സമയം കുറവാണ്. 11 ലക്ഷം കോടി രൂപയുടെ എണ്ണയാണ് ഒരു വർഷം ക്രൂഡ് ഓയിലാണ് എണ്ണ ഇറക്കുമതി ചെയ്തത്. ഈ 11 ലക്ഷം കോടിയിൽ 1 ലക്ഷം കോടിയെങ്കിലും തീവ്രവാദത്തിലോട്ട് പോകുന്ന പണമാണ്. അപ്പൊ നമ്മൾ തന്നെയല്ലേ തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നത്? അപ്പൊ എന്താണ് മറുമരുന്ന്? ആ എണ്ണ, തീവ്രവാദത്തെ സഹായിക്കുന്ന എണ്ണ സ്വീകരിക്കാതിരിക്കുക. അങ്ങനെ എണ്ണ നിർബന്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടണം, അല്ലെങ്കിൽ ബദൽ ഇന്ധനങ്ങൾ കണ്ടെത്തണം. അല്ലാതെ തീവ്രവാദികളുടെ എണ്ണ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ട് അവർക്ക് 11 ലക്ഷം കോടി രൂപ ഒരു വർഷം സംഭാവന നൽകിക്കൊണ്ട് തീവ്രവാദം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രേക്ഷകർ തന്നെ പറയുക. കാരണം ഏറ്റവും നല്ലൊരു വരുമാന മാർഗമാണല്ലോ തീവ്രവാദം എന്ന് പറയുന്നത്. പണം ഉണ്ടാക്കേണ്ട ഒരു മാർഗമാകുമ്പോൾ അതിൽ ജീവൻ കൊടുത്തും എടുത്തു ചാടുവാൻ പലരും തയ്യാറാകും. കാരണം അവരുടെ കുടുംബം സുരക്ഷിതമാകും, അവർക്ക് മറ്റ് ആസ്തികൾ കിട്ടും. എവിടെ നിന്നാണ് ആസ്തി കിട്ടുന്നത്? ഇന്ത്യ പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന ഒരു രാജ്യമുള്ളപ്പോൾ അവർക്ക് ഒരിക്കലും പ്രതിസന്ധി വരില്ല. ഇനി എണ്ണ സപ്ലൈ ചെയ്യുന്ന ചില രാജ്യങ്ങളുമായി ഈ ദിവസങ്ങളിൽ പോലും ഇന്ത്യ കരാറുണ്ടാക്കുന്നു. ഈ നിലപാട് പറയാൻ തുടങ്ങിയിട്ട് 10-20 വർഷങ്ങളായി. ഇന്ത്യ എണ്ണയുടെ, ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി തടയാതെ, നിർത്താതെ അല്ലെങ്കിൽ കുറയ്ക്കാതെ തീവ്രവാദം തടയാൻ കഴിയില്ല. An accord was reached to establish 2 oil refineries in India through a joint venture between the countries. ഞാൻ രാജ്യത്തിന്റെ പേര് പറയുന്നില്ല. തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായിട്ട് ഇന്ത്യ കരാറൊപ്പിട്ടിരിക്കുന്നത് എന്തിനാണ്? 2 ഓയിൽ റിഫൈനറി സ്ഥാപിക്കുവാൻ. ഓയിൽ റിഫൈനറി സ്ഥാപിക്കുമ്പോൾ എന്ത് ചെയ്യും? നിരന്തരം അവിടുന്ന് കപ്പലുകളിൽ ക്രൂഡ് വരും. നിരന്തരം ഇവിടുന്ന് 11 ലക്ഷവും 15 ലക്ഷവും കോടി രൂപ ഓരോ വർഷവും അങ്ങോട്ട് ചെല്ലും. In 2019 pledged
$100 billion of investments in India, but only about 10 billion of that materialized. ഇത് ഈ എണ്ണ കരാറിന്റെ ഭാഗമായിട്ട് ചില അപ്പകഷ്ണങ്ങൾ തരും. നിങ്ങൾ തുടർച്ചയായി ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഞങ്ങൾ ഇന്ത്യയിൽ 100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. 2019 പറഞ്ഞതാണ് വാഗ്ദാനം. അവസാനം പരിശോധിച്ചപ്പോ വെറും 10 ബില്യൺ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വ്യാമോഹത്തിൽപ്പെടുത്തി ഇന്ത്യ പോലെ വിപുലമായ ഒരു മാർക്കറ്റിൽ നിന്ന് എണ്ണയുടെ കരാറുകൾ നേടിയെടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഒരു പങ്ക് തീവ്രവാദത്തിന് നൽകുമ്പോൾ ഒരു കാലത്തും ഇന്ത്യയിൽ പിടഞ്ഞു വീഴുന്നവരുടെ എണ്ണം, പിടഞ്ഞു വീഴുന്നവരുടെ രോദനം ഒരു കാലത്തും അവസാനിക്കില്ല എന്ന് ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് എണ്ണയുടെ രാഷ്ട്രീയം. ഇത് ഒറ്റയടിക്കൊരു പക്ഷേ ഇന്ത്യക്ക് നിർത്താൻ കഴിയില്ല. എണ്ണ ഒരുപാട് കാര്യങ്ങൾ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാമ്പത്തിക ക്രമത്തിൽ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുക. ക്രമേണ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം കൂട്ടുക. ഇപ്പൊ നമ്മുടെ കൊല്ലം പുറംകടലിൽ എണ്ണ പര്യവേക്ഷണത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നത് അത് വേഗത്തിലാക്കുക. ഏറ്റവും ഉപരിയായിട്ട് ചെയ്യേണ്ടത് മെത്തനോൾ പോലുള്ള ബദൽ ഇന്ധനം വളരെ അടിയന്തിരമായി ആരംഭിക്കുക, അതിന്റെ ഉൽപാദനം കൂട്ടുക. അപ്പോ സ്വാഭാവികമായും ക്രൂഡ് ഓയിലിലോട്ടുള്ള താല്പര്യം കുറയുമ്പോൾ അവിടെ നിന്ന് പോകുന്ന പണത്തിന്റെ ഒഴുക്കും കുറയുന്നതോടുകൂടി ഈ പണിക്ക് ആരും വരാതാകും. ഏത് പണിക്കാണ്? കാശ്മീരിൽ തോക്കുമെടുത്ത് വഴിനീളെ ആളുകളെ കൊല്ലുന്ന ഈ പണിക്ക് ആളെ കിട്ടാതാവും. അതല്ലാതെ ഈ പറയുന്ന ഭീകരവാദം ലോകത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നേർക്ക് ആരൊക്കെയാണോ കണ്ടുവച്ചിരിക്കുന്നത് അവർക്ക് ഇതൊരു വലിയ വരുമാന മാർഗമാണ്, അവരുടെ സ്ഥാപിത താല്പര്യമാണ്. അത് തടയണമെങ്കിൽ ഒരു രാഷ്ട്രീയ പുനർവിചിന്തനം ഇന്ത്യയിൽ ആവശ്യമാണ്.